ഷിരൂരിൽ ഒരു മൃതദേഹം കണ്ടെത്തി, ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടെത്തി എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് അന്ന് വലിയ മണ്ണിടിച്ചിലിനെ തുടർന്ന് വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമാണ്, ഏതാണ്ട് കടൽ തീരത്തോട് ചേർന്ന ഭാഗത്ത് എവിടെയോ ആണ് ഒരു മൃതദേഹം കണ്ടെത്തിയത് എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. എൻ്റെ അടുത്തേക്ക് വന്ന വിവരത്തിലുള്ളത് അവിടെ ഈ പറഞ്ഞ തെരച്ചിലിനും മറ്റും സന്നദ്ധനായി ഇറങ്ങിയ ഈശ്വർ മാൽപ്പയാണ് വിവരം അറിയിച്ചത് എന്നതുകൂടി കേട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സന്തോഷ് നൽകും. സന്തോഷ് ലൈനിലുണ്ട്. സന്തോഷ്, എന്താണ് ഈ വിവരം, അതിൻ്റെ വിശദാംശം? ശരത്ത്, ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നിന്നും അവിടെ ഈ ഗംഗാവാലി പുഴ ചെന്ന് ചേരുന്നത് കടലിലാണ്. 7 കിലോമീറ്റർ മാറിയാണ് ഈ കടൽ ചേരുന്ന സ്ഥലമുള്ളത്. അവിടെ നിന്നും മാറി അഗനാശിനി ബാഡ എന്ന് പറയുന്ന 1 കിലോമീറ്റർ കൂടി അപ്പുറത്തുള്ള തീരത്താണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ തിരച്ചിലിന് നേതൃത്വം നൽകുന്ന ഈശ്വർ മാൽപ്പയാണ് ഒരു മൃതദേഹം ലഭിച്ചതായുള്ള വിവരം പങ്കുവച്ചിട്ടുള്ളത്. പൂർണ്ണമായും ജീർണിച്ച നിലയിലുള്ള ഒരു മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരു മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു പുതിയ വിവരം കൂടി, അവിടെയുള്ള ഈ പറയുന്ന അഗനാശിനിക്ക് അടുത്തുള്ള ഒരു മത്സ്യത്തൊഴിലാളിയെ കൂടി അവിടെ കാണാതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, 3 ദിവസം മുൻപ് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങളാണ് ഇനി 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതിൽ 2 പേർ അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള അവിടെയുള്ള പ്രദേശവാസികളാണ്. മറ്റൊന്ന് അർജുനാണ്. ഈ 3 പേരെയാണ് ഇനി ഈ മണ്ണിടിച്ചിലുമായി ഭാഗമായി കണ്ടെത്താനുള്ളത്. മറ്റൊരാൾ അവിടെയുള്ള മത്സ്യത്തൊഴിലാളിയെ കൂടി 2 ദിവസം മുൻപ് കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ഈ മൃതദേഹം ഉള്ളത് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. മറ്റു പരിശോധനകൾ, DNA പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ശരത്, DNA പരിശോധന നടത്തണമെന്ന് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. സന്തോഷ്, തീർച്ചയായും അവിടെയുള്ള ഇപ്പോൾ ഈശ്വർ മാൽപ്പയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പൂർണ്ണമായും ജീർണിച്ച നിലയിൽ തന്നെയാണ് ഈ മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി തന്നെയാണുള്ളത്. DNA പരിശോധന നടത്തിയതിനു ശേഷമേ ഈ മൃതദേഹം തിരിച്ചറിയാൻ കഴിയൂ. ഏതായാലും 4 പേരെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് കാണാതായിട്ടുള്ളത്. അതിൽ 3 പേർ ഈ ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായവരാണ്. ഒരാൾ ഈ അഗനാശിനി ഭാഗത്ത് തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയെ കൂടി കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ.